ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 56. കത്തോലിക്ക സഭയുടെ മതബോധനം 1077, 1078 ഈ രണ്ട് ഖണ്ഡങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. ആരാധനക്രമത്തിൻ്റെ ലിറ്റർജിയുടെ ഉറവിടവും ലക്ഷ്യവും അതാണ് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ആദ്യത്തെ ഈ ഉറവിടവും ലക്ഷ്യവും അത് ചർച്ച ചെയ്യുന്ന ആദ്യത്തെ രണ്ട് ഖണ്ഡങ്ങൾ നമുക്ക് 1077 ചർച്ച ചെയ്തതിന് മുമ്പ് 1078 ചർച്ച ചെയ്യാം. എന്നിട്ടും 77ലേക്ക് വരാം. അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഈ 77 എന്ന് പറയുന്നത് എഫെസസ് ലേഖനത്തിലെ 1-ാമത്തെ അധ്യായം 3 മുതൽ 6 വരെ വാക്യങ്ങളാണ്. അതാണ് 1077. അത് മനസ്സിലാക്കാൻ 1078 നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. എന്നിട്ട് ആ തിരുവചനത്തിലേക്ക് വരാം. 1078 കത്തോലിക്ക സഭയുടെ മതബോധനം 1078. Blessing is divine and life-giving action, the source of which is the Father. His blessing is both word and gift. When applied to man, the word blessing means adoration and surrender to his Creator in thanksgiving. ഇതിന് ഒരു തർജ്ജമ നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ POC ഇറക്കിയിരിക്കുന്ന തർജ്ജമയിൽ ആ തർജ്ജമ തന്നെ ഞാൻ വായിക്കുകയാണ്. ആശീർവാദം ദൈവികവും ജീവദായകവുമായ ഒരു കർമ്മമാണ്. അതിൻ്റെ ഉറവിടം പിതാവാണ്. അവിടുത്തെ ആശീർവാദം വചനവും ദാനവുമാണ്. മനുഷ്യനെ സംബന്ധിച്ച് ആശീർവാദം എന്നതിന് ആരാധന, കൃതജ്ഞതാ പ്രകടനത്തോടെ തൻ്റെ സ്രഷ്ടാവിന് അടിയറ വയ്ക്കൽ എന്നിങ്ങനെയാണ് അർത്ഥം. ഈ ബ്ലെസ്സിങ് എന്നതിനുള്ള ഗ്രീക്ക് വാക്ക് എബുലോഗിയ എന്നാണ്. എബു എന്ന വാക്ക് നമുക്ക് പരിചയമുണ്ട്. ഇപ്പം നമ്മൾ എബുത്തനാസിയ എന്ന് പറയും, ദയാവധം. തനാത്തോസ് എന്ന് വെച്ചാൽ മരണം. എബു നല്ലത്, നല്ല മരണം എന്നാണ് ആക്ഷരിക. ദയാവധം എന്ന് നമ്മൾ പറയുമെങ്കിലും ഗ്രീക്കിൽ എബുത്തനാസിയ എന്നാണ്. എബു തനാത്തോസ്, നല്ല മരണം എന്നാണ് അർത്ഥം. അതാണ് അതിൻ്റെ ആക്ഷരികം. ദയാവധം എന്ന് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിലും. അല്ലെങ്കിൽ എവാങ്കേലിയോൺ, സന്ദേശം. എവാങ്കേലിയോൺ സുവിശേഷം, സദ്വാർത്ത. എവു അങ്കേലിയോൺ, അങ്കേലോസ് മാലാഖ, ദൂതൻ. അങ്കേലിയോൺ ദൂത്, സന്ദേശം. എവാങ്കേലിയോൺ നല്ല ദൂത്, നല്ല വിശേഷം, സുവിശേഷം, സദ്വാർത്ത, നല്ല വാർത്ത. അപ്പോൾ എവു എന്നതിന് നല്ലത് എന്നാണ് അർത്ഥം, നല്ലത്. ലോഗോസ്, ലോകിയ, എബുലോഗിയ എന്നുള്ളോ. എബുലോഗിയ, ലോഗോസ് വചനമെന്നും സംഗതി, സാധനം എന്നൊക്കെ അർത്ഥമുണ്ട്. ലോഗോസിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. വചനമെന്ന് നമ്മൾ തർജ്ജമ ചെയ്യും. ചിലപ്പോൾ തിങ്സ് സംഗതികൾ, അല്ലെങ്കിൽ തിങ്സ്, അല്ലെങ്കിൽ മാറ്റർ, അങ്ങനെയൊക്കെ പല പല അർത്ഥങ്ങളുണ്ട് ഈ ലോഗോസിന്. അപ്പോൾ നല്ല വചനം എന്നാണ് ആക്ഷരികം എബുലോഗിയ, നല്ല വചനം. നല്ല വചനം എന്ന് പറഞ്ഞാൽ നല്ലൊരു വാക്ക് പറഞ്ഞു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ദൈവത്തിൽ നിന്നുള്ള നല്ല വചനം, അത് ആശീർവാദമാണ്. വാഴ്ത്തി എന്നൊക്കെ പറയില്ലേ, വാഴ്ത്തി. നമ്മൾ കുർബാനയിൽ പറയാം വാഴ്വ് നൽകി, ആശീർവദിച്ചു. അതിനുപയോഗിക്കുന്ന വാക്കാണ് എബുലോഗിയ. യാക്കോബിൻ്റെ ലേഖനത്തിൽ 1:17 എല്ലാ നല്ല ദാനവും എല്ലാ തികഞ്ഞ വരവും ഉയരത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഖണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ദൈവിക കർമ്മമാണ്. ബ്ലെസ്സിങ് ഈസ് എ ഡിവൈൻ ആക്ട്, ദൈവത്തിൻ്റെ കർമ്മമാണ്. അപ്പോൾ ദൈവമാണ് വാഴ്ത്തുന്നത്, ദൈവമാണ് ആശീർവദിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് നല്ല വചനം എന്ന് പറയണേ. അത് കേൾക്കാൻ ഇമ്പമുള്ളത് കൊണ്ടോ കേൾക്കാൻ രസമുള്ളത് കൊണ്ടല്ല. നല്ല വചനം എന്ന് ആക്ഷരികമായിട്ട് പറയുന്നെങ്കിലും വാഴ്വ്, ആശീർവാദം എന്നാണ് നമ്മൾ തർജ്ജമ ചെയ്യുന്നത്. കാരണം ദൈവത്തിൻ്റെ ഒരു കർമ്മമാണ്, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് ഈ വാഴ്വ് അല്ലെങ്കിൽ ആശീർവാദം. ഞാൻ അത് മനസ്സിലാക്കാൻ വേണ്ടി മുമ്പ് പറഞ്ഞിട്ടുള്ള ലിറ്റർജിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഇല്ലേ, പുരോഹിതൻ അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് എവിക്കരിസ്തയോ ദൈവത്തിന് കൊടുക്കുകയാണ്. ഈ അപ്പം ദൈവത്തിന് ഉപയോഗത്തിനായി ഇങ്ങനെ പൊക്കിപ്പിടിക്കുകയാണ്. അതിനാണ് എവിക്കരിസ്തയോ എന്ന് പറയുക. ദൈവത്തിന് തിരിച്ചു കൊടുക്കുകയാണ്. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാനായി തന്നതാണ് ആഹാരം. ആഹാരമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ
ഈ ഭൂമിയിൽ നമ്മുടെ നോർമൽ ലൈഫിന് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് ആഹാരം. അതിലൊരു കഷ്ണം എടുത്തിട്ട് ഉയർത്തിപ്പിടിക്കുകയാണ്. എന്തിനാ? ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാഭാവിക ജീവൻ നിലനിർത്താൻ വേണ്ടി തന്ന ഈ അപ്പം നിന്റെ ഉപയോഗത്തിനായി പൊക്കിപ്പിടിക്കുന്നു നന്ദിയോടെ. നീ ഞങ്ങൾക്ക് തന്നല്ലോ, അതിൽ നിന്ന് ഞങ്ങൾ പൊക്കിപ്പിടിക്കുന്നു നിന്റെ ഉപയോഗത്തിനായി. അങ്ങനെ ഈ ദൈവത്തിൻ്റെ ഉപയോഗത്തിനെ പൊക്കിപ്പിടിക്കുന്നതിന്, നന്ദിയോട് പൊക്കിപ്പിടിക്കുന്നതിനെ എവുക്കരിസ്തയോ എന്ന് പറയും. യൂക്കറിസ്റ്റ് എവുക്കരിസ്തയോ, കൃതജ്ഞത, സ്തോത്ര പ്രാർത്ഥന, സ്തോത്രയാഗ പ്രാർത്ഥന എന്നൊക്കെ പറയും. കൃതജ്ഞത. അങ്ങനെ ദൈവത്തിന് ഉയർത്തിപ്പിടിക്കുമ്പോൾ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനിലേക്ക് അയക്കും. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് വാഴ്ത്തി. അത് കുരിശടയാളത്താണ് നമ്മൾ വാഴ്ത്തുന്നത്. കുരിശിൽ വെച്ചാണ് കർത്താവ് ദാനം, അവൻ്റെ അവസാനത്തെ ശ്വാസം ആത്മാവായിട്ട് താൻ സ്നേഹിച്ച ശിക്ഷന് നൽകിയത്. അപ്പോൾ വാഴ്ത്തുക എന്ന് പറയുന്നത് കുരിശിൽ വെച്ചിട്ടാണ് ഈ പരിശുദ്ധാത്മ നൽകപ്പെട്ടത്. ആ പരിശുദ്ധാത്മാവിനെ ഈ അപ്പത്തിലേക്ക് അയക്കുകയാണ് ദൈവത്തിൻ്റെ കർമ്മമാണിത്. അതിനെയാണ് വാഴ്വ്, ആശീർവദിച്ചു, വാഴ്ത്തി എന്നൊക്കെ പറയണേ. എബുലോഗിയോ, ലത്തീനിൽ ബെനഡിക്സിയോ, ദൈവത്തിൻ്റെ കർമ്മമാണ്. അതുകൊണ്ടാണ് ഈ ഖണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഇസ് ഡിവൈൻ. ഇതൊരു ദൈവിക കർമ്മമാണ്. ബ്ലെസ്സിങ് ഇസ് എ ഡിവൈൻ ആക്ട്. ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ദൈവം ചെയ്യുന്ന പ്രവൃത്തി ആയതുകൊണ്ട് ജീവദായകമാണ്, ലൈഫ് ഗിവിങ് ആണ്. ഏത് ലൈഫ്? മരണത്തിൻ്റെയും അഴുകലിൻ്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവദായകമായ ആ ജീവൻ നൽകുന്ന കർമ്മമാണിത്. സ്വാഭാവികമായും ഇത് ഉത്ഭവിക്കുന്നത് ദൈവപിതാവിൽ നിന്നാണ്. ഉറവിടം ദൈവമാണ്. വാഴ്വിൻ്റെ, ആശീർവാദത്തിൻ്റെ ഉറവിടം പിതാവായ ദൈവമാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ ഗംഭീരമല്ലേ? ഇത് വളരെ വളരെ രസകരമായിട്ടാണ് ഈ 1078 പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്നതിനൊക്കെ തെളിവെന്താണ്? അതാണ് 1077. ഞാൻ പറഞ്ഞല്ലോ, അത് എഫേസസ് ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം മുതൽ 6 വരെയാണ്. വാസ്തവത്തിൽ 3-ാമത്തെ വാക്യം തൊട്ട് 14-ാം വാക്യം വരെ എഫേസസ് ലേഖനത്തിൽ ഒരൊറ്റ വാചക. പൗലോസ് ലേഖനം അത് എഴുതിയിരിക്കുന്ന ഒരൊറ്റ വാചക, ഒരു കവിത പോലെ എഴുതിയിരിക്കുക. അതുകൊണ്ട് തർജ്ജമ ചെയ്യുന്ന പറഞ്ഞാൽ ഒട്ടും എളുപ്പമില്ലാത്ത, ബൈബിളിൽ തർജ്ജമയ്ക്ക് വഴങ്ങാത്ത ഒരു ഭാഗമാണ് ഈ എഫേസസ് ലേഖനം 1-ാമത്തെ അധ്യായം 3 മുതൽ 14 വരെ. അതിനൊരു കഷ്ണം എടുത്തിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇവിടെ 3 തൊട്ട് 6 വരെ ഇവിടെ വെച്ചിരിക്കുക. 3 തൊട്ട് ശരിക്കും 12 വരെ ഒറ്റ വചനമാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. ഒറ്റ വാചകം, ഒരു കവിത പോലെ എഴുതിയിരിക്കുക. ഭയങ്കര പാടാണ്. സൂക്ഷ്മതയോ വ്യക്തതയോ ഒന്നും എളുപ്പമല്ല ഈ തർജ്ജമയിൽ കൊണ്ടുവരാൻ. ആരോ പറഞ്ഞ പോലെ തർജ്ജമ ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് പറയാറുണ്ട് ചിലപ്പോൾ. കാരണം എന്താ? ഒറിജിനലുള്ള ഈ മൂലകൃതിയിലുള്ള വ്യക്തതയോ സൂക്ഷ്മതയോ ധ്വനി സാന്ദ്രതയോ പലപ്പോഴും മറ്റ് ഭാഷകൾ കൊണ്ടുവരാൻ കഴിയില്ല. എന്നാലും ഞാനതിന് ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം, അതൊരു തർജ്ജമയാണ്. അതിന് ഞാൻ കൊടുത്തിരിക്കുന്ന മലയാളം തർജ്ജമ ഒന്ന് വായിക്കാം, എന്നിട്ട് അതിലത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വ്യാഖ്യാനിക്കാം. അപ്പം നമ്മൾ ഈ പറഞ്ഞ 3-4 കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഈ വാഴ്വ് അല്ലെങ്കിൽ ആശീർവാദം വചനമാണ്, അതൊരു ദാനമാണ്, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയായതുകൊണ്ട് ജീവൻ നൽകുന്നതാണ്. അത് ഉത്ഭവിക്കുന്നത് ദൈവപിതാവിൽ നിന്നാണ്. അതിനാൽ ഇതിൻ്റെ ഉറവിടം ദൈവമാണ് നമ്മൾ പറയുന്നു. ഇതിനൊക്കെ തെളിവ് നൽകുകയാണ് ഈ എഫേസസ് ലേഖനത്തിലെ 1-ാമത്തെ അധ്യായം 3 മുതൽ 6 വരെ വചനങ്ങൾ. Blessed be the God and Father of our Lord Jesus Christ, who hath blessed us with all spiritual blessings in heavenly places in Christ, according as he hath chosen in him before the foundation of the world, that we should be holy and without blame before him in love, having predestinated us unto the adoption of children by Jesus Christ to himself, according to the good pleasure of his will, to the praise of the glory of his grace, wherein he hath made us accepted in the beloved. ഞാനതിൻ്റെ തർജ്ജമ എന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തതയും സൂക്ഷ്മതയും എല്ലാം കുറവുള്ളതാണ്. നിങ്ങൾക്ക് സത്യവേദ പുസ്തകം പരിശോധിക്കാം, പിന്നെ പിയോസിൻ്റെ പഴയതും പുതിയതും ആയുള്ള പതിപ്പുകൾ പരിശോധിക്കാം. അതെല്ലാം ഒന്നും മോശമൊന്നുമല്ല, പക്ഷേ അതെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രഹിക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ തർജ്ജമ: സ്വർഗീയാഗ്രഹങ്ങളിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. തൻ്റെ സന്നിധിയിൽ നാം വിശുദ്ധരും കുറ്റമില്ലാത്തവരുമായിരിക്കാൻ അവിടുന്ന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം
യേശുക്രിസ്തു മുഖാന്തരം നമ്മെ പുത്രന്മാരെ ദത്തെടുക്കേണ്ടതിന് തൻ്റെ പ്രിയപ്പെട്ടവനിൽ നമ്മിലേക്ക് സൗജന്യമായി ചൊരിഞ്ഞ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻകൂട്ടി നിയമിക്കുകയും ചെയ്തു. എഫേസസ് ലേഖനത്തിൻ്റെ ഡോക്ട്രൈനൽ സെക്ഷൻ തുടങ്ങുന്നത് ഈ മൂന്നാമത്തെ വചനത്തിലാണ്. ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തുകയും നിവൃത്തിയാക്കുകയും ചെയ്തിരിക്കുന്നുവെന്നാണ് പൗലോസ് ഈ ഭാഗത്ത് അവതരിപ്പിക്കുന്നത്. യഹൂദരെയും വിജാതിരെയും, സ്വജാതിരെയും വിജാതിരെയും ആശ്ലേഷിക്കുന്ന പുതിയ മനുഷ്യവംശത്തിൻ്റെ തലവനായി ക്രിസ്തുവിനെ നിശ്ചയിച്ചാക്കിയ ദൈവിക രഹസ്യത്തെയാണ് ഈ ദൈവിക പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ അതേക്കുറിച്ചുള്ള ഈ ഒരു രക്ഷയെക്കുറിച്ചുള്ള ഒരു വിശാല ദൃശ്യമാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു കീർത്തന രൂപത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഒരൊറ്റ വചനമാണ് ഒറിജിനലിൽ. അതുകൊണ്ട് തന്നെ തർജ്ജമ പ്രയാസമാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, അതൊന്ന് ആവർത്തിക്കുന്നു. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സംഗതികൾ? അനാദികാലം മുതലേ നിഗൂഢമായിരുന്ന രഹസ്യം എന്ന് പറഞ്ഞാൽ ദൈവിക പദ്ധതി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. മുൻപത് നിഗൂഢമായിരുന്നു, ഇപ്പോൾ വെളിപ്പെടുത്തിയെങ്കിലും മുഴുവൻ വെളിപ്പെടുത്തിയിട്ടില്ല. വെളിപ്പെടുത്തിയിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് രഹസ്യം എന്ന് പറയണേ. അപ്പോൾ പരസ്യത്തിൻ്റെ വിപരീതമല്ല രഹസ്യം. ബൈബിളിൽ ഒട്ടും മനസ്സിലാകാത്തത് മറഞ്ഞിരിക്കുന്നതെന്നല്ല ബൈബിളിൽ അർത്ഥം. പണ്ട് മറഞ്ഞിരിക്കുകയായിരുന്നു, ഇപ്പോൾ അത് വെളിപ്പെടുത്തി. അതിനെയാണ് രഹസ്യം എന്ന് വിളിക്കുന്നത്. മറ്റൊരു വാക്ക് വേണമെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവ പദ്ധതി അല്ലെങ്കിൽ ദൈവിക പദ്ധതി എന്ന് പറയാം. അതിനകത്ത് പല ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഈ ഘടകങ്ങൾ? 1, ഭൂതകാലത്തെ തെരഞ്ഞെടുപ്പ്. 1:4 പറയണേ. 2, വർത്തമാനകാലത്തെ ദത്തെടുക്കൽ. 1:5 കണ്ടു. ഭാവിയിലെ ഒന്നായി ചേർക്കൽ. 1:10 കാണും. ഇങ്ങനെ സർവ ദിഗ്ദർശകമായ ഒരു അവതരണമാണ് ഭൂതം, വർത്തമാനം, ഭാവി. ഭൂതകാലത്തെ തെരഞ്ഞെടുപ്പ്, വർത്തമാനകാലത്തെ ദത്തെടുക്കൽ, ഭാവിയിൽ ഒന്നായി ചേർക്കൽ. ഇങ്ങനെ സർവ ദിക്കുകളെയും ദർശിക്കുന്ന ഭൂതം, വർത്തമാനം, ഭാവി, ഇത് മുഴുവൻ സ്പർശിക്കുന്ന ഒരു രക്ഷാപദ്ധതിയാണ്, രഹസ്യമാണ് പൗലോസ് അവതരിപ്പിക്കുന്നത്. ഒരു വാദ്യമേളത്തിലെ ഇല്ലേ, നമ്മളൊരു ഓർക്കസ്ട്ര അല്ലെങ്കിൽ നമ്മൾ ബാൻഡ് ഉണ്ടല്ലോ, നമ്മൾ പെരുന്നാൾക്ക് കൊണ്ടുവരുന്ന ബാൻഡ്, അതിൻ്റെ ഒരു പ്രാരംഭം പോലെ, അല്ലെങ്കിൽ ഒരു സംസ്കൃത നാടകത്തിൽ വിഷ്കമ്പം എന്ന് പറയില്ലേ, പൂർവ്വരംഗം തുടക്കത്തിലുള്ളത്, അതുപോലെയോ ഉള്ള ഒരു ഭാഗമാണ് എഫേസസ് ലേഖനത്തിൻ്റെ ഭാഗമാണിത്. ഈ പിന്നീട് വിസ്തരിച്ച് പറയാനിരിക്കുന്ന പ്രമേയങ്ങളെല്ലാം ഒരു ചിമിടിലെന്ന പോലെ സംഗ്രഹമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുക. ഘടനാപരമായി നോക്കിയാൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ പ്രവൃത്തിയുടെ ചുറ്റുമായിട്ടാണ് പൗലോസ് ഈ ആശീർവാദം എവോലോഗിയോ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധനം 257, 258 ഇതിലേക്ക് സൂചനയുണ്ട്. അതായത് പരിശുദ്ധ തൃത്വത്തിൻ്റെ പ്രവൃത്തിയുടെ ചുറ്റുമായിട്ട് ഒരു വാഴ്വ്, ഒരു വാഴ്ത്തൽ, ഒരു ആശീർവാദം എവോലോഗിയോ ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് പൗലോസ്. എന്തൊക്കെയാണ് ഈ പരിശുദ്ധ തൃത്വത്തിൻ്റെ പ്രവൃത്തി എന്ന് പൗലോസ് ഉദ്ദേശിക്കുന്നത്? ദൈവപിതാവ് നമ്മെ തെരഞ്ഞെടുത്തു, പുത്രൻ തമ്പുരാൻ നമ്മെ വീണ്ടെടുത്തു, പരിശുദ്ധ റൂഹ നമ്മെ മുദ്രയിട്ടു. ദൈവപിതാവ് നമ്മെ തെരഞ്ഞെടുത്തു 1:4, പുത്രൻ തമ്പുരാൻ നമ്മെ വീണ്ടെടുത്തു 1:7, പരിശുദ്ധ റൂഹ നമ്മെ മുദ്രയിട്ടു 1:13. ദത്തെടുക്കപ്പെടൽ, പാപങ്ങളുടെ മോചനം, ക്രിസ്തുവിലേക്കുള്ള ഉൾച്ചേർക്കപ്പെടൽ എന്നിവയെല്ലാം പരാമർശിക്കുന്നതാണ് ഈ എവലോഗിയോ എന്ന് പറയുന്ന ആശീർവാദം. ഇത് ക്രിസ്തീയ മാമോദിസ് എന്ന കൂദാശയിലെ അനുഗ്രഹമായിട്ട്, വാഴ്ത്തലായിട്ട് പൗലോസ് കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. 1 പത്രോസ് 1:3-12 ആ സൂചനയുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നു? മാമോദിസയിൽ കൂട്ടിക്കെട്ടി എന്ന് പറയണേ. പുത്രത്വം 1:5, കൃപ 1:6, പാപമോചനം 1:7, മുദ്രയിടൽ 1:13. ഇവയെല്ലാം മാമോദിസ് എന്ന കൂദാശയുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. അപ്പോൾ ഈ ആശീർവാദം അല്ലെങ്കിൽ വാഴ്വ് എന്ന് പറയുന്നത് മാമോദിസായുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് ലിറ്റർജിയാണ്. ഈ വാഴ്വ് അല്ലെങ്കിൽ ആശീർവാദം പൗലോസ് കൊടുക്കുന്നത് മാമോദിസ് എന്ന കൂദാശയുമായിട്ട് ബന്ധപ്പെട്ട. കൂദാശ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി, പരിശുദ്ധൻ്റെ പ്രവൃത്തി. പരിശുദ്ധമായ പ്രവൃത്തിക്കാണ് ഖാദോഷ്, കോദേശ് എന്നൊക്കെ പറയും ഹീബ്രുവിൽ, സുറിയാനിൽ കൂദാശ. സാക്രമെന്തും എന്ന് ലത്തീനിൽ, സാക്രമെൻ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. കൂദാശ അതാണ് അതിൻ്റെ അർത്ഥം. യഹൂദരുടെ ബറാക്ക എന്ന മറ്റ പ്രാർത്ഥനയുണ്ട്. ബറാക്ക പ്രാർത്ഥന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആശീർവാദ പ്രാർത്ഥനയാണ്. അതിൻ്റെ കെട്ടും മട്ടുമാണ് പൗലോസ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ആശീർവാദത്തിനാണെങ്കിൽ വാഴ്ത്തുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യുദാത്തമായ ഭാഷയിലാണ് ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു ക്രിസ്തീയ ബറാക്ക പ്രാർത്ഥന എന്ന് പറയാവുന്ന ഭാഗമാണിത്.
ഇതിലെ ചില കാര്യങ്ങൾ, നമുക്ക് എല്ലാ കാര്യവും ഇന്ന് ചർച്ച ചെയ്യാൻ പറ്റില്ല, ചില കാര്യങ്ങൾ മാത്രം, ഈ വചനത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ഒരു കാര്യം, ഈ തുടങ്ങുന്നത് എങ്ങനെയാണ്? സ്വർഗീയ അഗ്രങ്ങളിലെ സകല ആത്മീയ അനുഗ്രഹത്താലും. അങ്ങനെയാണ് പൗലോസ് ഈ വാഴ്ത്തൽ അല്ലെങ്കിൽ ആശീർവാദം തുടങ്ങിയിരിക്കുന്നത്. ഗ്രീക്കിൽ എൻടോയിസ് എപ് ഉറാനോയിസ് എന്നാണ്. എൻടോയിസ് എപ് ഉറാനോയിസ്, എൻടോയിസ് എപ് ഉറാനോയിസ്. എങ്ങനെ തർജ്ജമ ചെയ്യുക? സ്വർഗീയമായ, സ്വർഗത്തിലെ, സ്വർഗങ്ങളിലെ എന്നാലും വഴിമാറ്റമാകാം. സ്വർഗീയ ജീവികളുടെ ഇടയിൽ, സ്വർഗീയ മൂർത്തികളുടെ നടുവിൽ എന്നൊക്കെ ഇതിന് അർത്ഥമുണ്ട്. എഫേസ്യ ലേഖനത്തിൽ മാത്രമാണ് ഈ പ്രയോഗം ഉള്ളത്. അത് പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് താനും. എഫേസ്യ ലേഖനത്തിൽ 1:3, 1:20, 2:6, 3:10, 6:12. അവിടെയൊക്കെ, ഇവിടെയല്ല, അവിടെയൊക്കെ ഇടങ്ങൾ, സ്ഥലങ്ങൾ എന്ന അർത്ഥത്തിലാണ് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയും അതേ അർത്ഥമായിരിക്കാം ഉദ്ദേശിക്കുന്നത് എന്നതുകൊണ്ടാണ് നാം സ്വർഗീയ അഗ്രങ്ങളിലെ എന്ന് തർജ്ജമ ചെയ്യുന്നത്. സ്വർഗീയ അഗ്രങ്ങളിലെ, അഗ്രം ഹെവൻലി ഹൈറ്റ്സ്, ചില തർജ്ജമയിൽ ഹെവൻലി പ്ലേസസ് എന്നാണ്. ഞാൻ വായിച്ച കിങ് ജെയിംസ് വെർഷനാണ് ഞാൻ ഇംഗ്ലീഷ് വായിച്ചത്. അതിൽ പ്ലേസസ് എന്നാണ്, പക്ഷേ പ്ലേസസ് എന്നുള്ള ഇറ്റാലിക്സിൽ ഇട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ പ്ലേസ് എന്നുള്ള വാക്ക് ഒറിജിനലില്ല, ഗ്രീക്കിലില്ല, ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുകയാണ്. ഹെവൻലി എന്നേ ഉള്ളൂ, ഹെവൻലി പ്ലേസസ് എന്നില്ല. ഞാൻ സ്വർഗീയ അഗ്രങ്ങൾ എന്ന് കൊടുത്തിരിക്കാൻ കാരണം ഹെവൻലി ഹൈറ്റ്സ് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, സ്വർഗീയ അഗ്രങ്ങൾ. അതിന് കാരണം ഈ 1:3, 1:20, 2:6, 3:10, 6:12 ഇടം അല്ലെങ്കിൽ സ്ഥലങ്ങൾ, അഗ്രം എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതേ അർത്ഥം കൂടി ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുക. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഈ സ്വർഗീയ അഗ്രങ്ങൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. ഒന്ന്, മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്നതിന് മുൻപ് ദൈവം തൻ്റെ പദ്ധതി ആദ്യം പ്രഖ്യാപിച്ച മേഖലയാണ് സ്വർഗീയാഗ്രങ്ങൾ. മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്നതിന് മുൻപ് ദൈവം തൻ്റെ പദ്ധതി, തൻ്റെ രഹസ്യം ആദ്യമായി പ്രഖ്യാപിച്ച മേഖല, ദൈവിക മേഖല, ഡിവൈൻ മിലിയു, അതാണ് സ്വർഗീയാഗ്രങ്ങൾ. അതാണ് ഒരു അർത്ഥം. 2, മഹത്വവൽക്കരിക്കപ്പെട്ട ക്രിസ്തുവിനോടൊപ്പം സിംഹാസനത്തിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശ്വാസികളുടെ ആത്മീയ മേഖലയാണ് ഉദ്ദേശിക്കുന്നത്. സ്വർഗീയ അഗ്രങ്ങൾ, സ്വർഗീയ ഇടങ്ങൾ, സ്വർഗീയ സ്ഥലങ്ങൾ എന്നൊക്കെ പറയുന്ന കാരണം തേജസ്വീകരിക്കപ്പെട്ട ക്രിസ്തുവിനോടൊപ്പം സിംഹാസനത്തിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശ്വാസികളുടെ ആത്മീയ മേഖല, സ്പിരിച്വൽ മിലിയു. ഡിവൈൻ മിലിയു എന്ന് ഞാൻ ആദ്യം പറഞ്ഞു, ഇപ്പോൾ ഞാൻ പറയാണ് സ്പിരിച്വൽ മിലിയു. ദൈവിക രഹസ്യം ആദ്യമായി അറിയപ്പെട്ടത് ആത്മീയ മേഖലയിലാണ്, ഈ ഭൂമി എന്ന ഭൗതിക മേഖലയിലല്ല. സ്വർഗീയ മേഖലയും മാനുഷിക മണ്ഡലവും തമ്മിലുള്ള ഐക്യം, സ്വർഗീയ മേഖലയും മാനുഷിക മണ്ഡലവും തമ്മിലുള്ള ഐക്യം, സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധം, അത് വ്യക്തമാക്കുകയാണ് പൗലോസ്. ദൈവം സ്വർഗീയ മേഖലയിൽ പ്രഖ്യാപിച്ച പദ്ധതി നിവൃത്തിയായത് മാനുഷിക മണ്ഡലത്തിലാണ്. ഒന്നുകൂടി ആവർത്തിക്കുക, ദൈവം സ്വർഗീയ മേഖലയിൽ പ്രഖ്യാപിച്ച പദ്ധതി നിവൃത്തിയായത് മാനുഷിക മണ്ഡലത്തിലാണ്. ആ പദ്ധതി, സ്വർഗീയ മേഖലയിൽ പ്രഖ്യാപിച്ച പദ്ധതി മാനുഷിക മണ്ഡലത്തിൽ പൂർത്തിയാക്കിയിട്ട് ആ പദ്ധതിയിലേക്ക് നമ്മെ ഇപ്പോൾ മാനുഷിക മണ്ഡലത്തിലുള്ളവരെ പ്രവേശിപ്പിക്കാൻ ദൈവം ഒരു പ്രവൃത്തി ചെയ്യുന്നു. അതിനെയാണ് ആശീർവാദം എന്ന് പറയണേ, അതിനെയാണ് എവോലോഗിയ എന്ന് പറയണേ. നമുക്ക് മരണത്തിൻ്റെയും അഴികളുടെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ നൽകാൻ വേണ്ടി ദൈവം ഒരു പദ്ധതി സ്വർഗീയ മേഖലയിൽ പ്രഖ്യാപിച്ചു, മാനുഷിക മണ്ഡലത്തിൽ പൂർത്തിയാക്കി. അങ്ങനെ പൂർത്തിയാക്കപ്പെട്ട ആ രഹസ്യത്തിലേക്ക്, ദൈവിക പദ്ധതിയിലേക്ക് ഇപ്പോൾ നമ്മളെ എടുത്തു വെക്കുന്നത് ആശീർവാദത്തിലൂടെയാണ്, വാഴ്ത്തുന്നതിലൂടെയാണ്. ഇതാണ് അപ്പം എടുത്തിട്ട് വാഴ്ത്തി എന്ന് നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അർത്ഥം. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാനത് ഉദാഹരണത്തിന് പറയുന്നതാണ്. തീർച്ചയായിട്ടും ഈ ആത്മീയ മേഖലയിൽ അദൃശ്യരാണെങ്കിലും മാലാഖമാരുടെയും ദുർഭൂതങ്ങളുടെയും സാന്നിധ്യമുണ്ട്, സഞ്ചാരമുണ്ട്. ആ ദുർഭൂതങ്ങളെ, അവർക്കെതിരെയുള്ള യുദ്ധവും ഈ ആശീർവാദം സ്വീകരിക്കുന്നവർ നടത്തേണ്ടതുണ്ട്. യേശുവിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാപദ്ധതി അവനത് പൂർത്തീകരിച്ചത് പിശാചിനോട് പടവെട്ടിക്കൊണ്ടാണ്. ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടവരും സാത്താനോട് പടവെട്ടണം. കാരണം ഈ ആത്മീയ മേഖല മാലാഖമാരുടെ മാത്രം മേഖലയല്ല, അവിടെ ദുർഭൂതങ്ങളുണ്ട്. കർത്താവ് അവിടെയാണ് ഈ തൻ്റെ പദ്ധതി പ്രഖ്യാപിച്ചത്. ആ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ദുർഭൂതങ്ങൾ ഞെട്ടിവരച്ചിട്ടുണ്ട്. പക്ഷെ അവർ കീഴ്പ്പെടുത്തേണ്ടത് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന സകല മനുഷ്യരുടെയും കടമയാണ്. അതിനാൽ പൗലോസ് പറയാണ്,
ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന, ക്രിസ്തുവിൽ, അതായത് സ്വർഗീയ അഗ്രങ്ങളിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന, ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന. എന്താണ് ഇങ്ങനെ പറഞ്ഞാൽ അർത്ഥം? യഹൂദരെയും വിജാതിയരെയും ഒരൊറ്റ മനുഷ്യവംശമായി ദൈവം രൂപാന്തരപ്പെടുത്തിയത് യേശു ക്രിസ്തുവിലാണ്, തൻ്റെ പുത്രനിലാണ്. അതിനാൽ അവനിൽ തന്നെ, അവനിൽ, ക്രിസ്തുവിൽ എന്നീ പ്രയോഗങ്ങൾ പൗലോസ് ആവർത്തിച്ച് ഉപയോഗിക്കുകയാണ്. അവനിൽ തന്നെ, അവനിൽ, ക്രിസ്തുവിൽ, ഇതിങ്ങനെ ആവർത്തിച്ചിട്ടുണ്ട്. കാരണം ക്രിസ്തു എന്ന പുത്രൻ തമ്പുരാനിലാണ് സകല മനുഷ്യരെയും ഒരൊറ്റ മനുഷ്യവംശമായി, നവീകരിക്കപ്പെട്ട മനുഷ്യവംശമായി ദൈവം രൂപാന്തരപ്പെടുത്തിയത്. ഏകദേശം 30 പ്രാവശ്യം അവനിൽ, അവനിൽ തന്നെ, ക്രിസ്തുവിൽ എന്ന വാക്കുകൾ എഫേസസ് ലേഖനത്തിൽ പൗലോസ് ആവർത്തിച്ചിട്ടുണ്ട്. ശരീരത്തിലെ വിവിധ അവയവങ്ങൾ തലയുമായി ഐക്യതയിൽ സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പോലെ കൃപയിൽ നാം എല്ലാവരും യേശു ക്രിസ്തുവിനോട് സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പം എൻ്റെ തല, അവയവങ്ങൾ, ശരീരം അല്ലേ? ഈ ശരീരത്തിൽ തലയുണ്ട്, വിവിധ അവയവങ്ങളുണ്ട്. ശരീരം എന്ന് പറഞ്ഞ തല തൊട്ട് എല്ലാം അല്ലേ, അങ്ങേയറ്റം വരെയുണ്ട്. ഇതിൽ വിവിധ അവയവങ്ങളെല്ലാം തലയുമായിട്ടൊരു ഐക്യതയിലല്ലേ? ഈ തലം കണ്ടിച്ച് കളഞ്ഞപ്പോൾ എൻ്റെ തീർന്നില്ലേ? അപ്പോൾ തലയുമായിട്ട് ഐക്യതയിൽ ഇരിക്കുകയാണ് അവയവങ്ങൾ. ഒരു തരം, ഒരു കൈയുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അപ്പോൾ തമ്മിൽ വൈരാഗ്യമോ ശത്രുതയോ ഒന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ ദൗത്യമുണ്ട്. പക്ഷെ എല്ലാവരും ഈ തലയുമായിട്ട് ബന്ധപ്പെട്ട് ഈ യോജിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതുപോലെ കൃപയിൽ നാം എല്ലാവരും യേശു ക്രിസ്തുവിനോട് സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ കൃപ കൗതാശികമായി ചൊരിയപ്പെടുന്നത് മാമോദീസയിലാണ്. അപ്പോൾ സംഭവിക്കുന്നത് ഉത്ഥിതനായ കർത്താവിൻ്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ചു ചേർക്കപ്പെടുകയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു അത്. അതിനാൽ നമ്മളെല്ലാം വിശ്വാസം, കൃപ, മാമോദീസ എന്നീ ആധ്യാത്മിക സത്യങ്ങളാൽ ക്രിസ്തുവിനുള്ളിലാണ്, ക്രിസ്തുവിലാണ്. ഇത് വളരെ ഓർക്കേണ്ട സംഗതിയാണ്. ക്രിസ്തുവിലേക്കുള്ള ഈ ഉൾച്ചേർക്കപ്പെടലിനെ കുറിച്ച് വാചാലനാകുന്ന പൗലോസ് അതിന് പരകോടി അവതരിപ്പിക്കുന്നത് ക്രിസ്തു തലയാണ്, അവൻ്റെ സാമുദായിക ദേഹമാണ് സഭ എന്നാണ് പറയണേ. ക്രിസ്തു തലയാണ്, അവൻ്റെ സാമുദായിക ദേഹമാണ് സഭ. ഈ ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ആൻഡ് ഹിസ് ചർച്ച് ഈസ് ദ മിസ്റ്റിക്കൽ ബോഡി. മിസ്റ്റിക്കൽ ബോഡി. ഞാൻ സാമുദായിക ദേഹം എന്നാണ് തർജ്ജമ ചെയ്യണേ. മൗതിക ശരീരം എന്നാണ് നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നത്. മൗതിക ശരീരം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പലപ്പോഴും മനസ്സിലാകാറില്ല. അതുകൊണ്ടാണ് ഞാൻ സാമുദായിക, മിസ്റ്റിക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സാമുദായിക ദേഹമാണ് സഭ എന്ന് ഞാൻ പറയണേ. അപ്പോൾ ചർച്ച് ഈസ് ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഇത് ക്രിസ്തുശാസ്ത്ര സഭാശാസ്ത്ര സങ്കലനമാണ്. ഈ ദർശനം നമ്മൾ ഉൾക്കൊള്ളണം. ഇത്രയും ലിറ്റർജിയെക്കുറിച്ച് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇപ്പം എനിക്ക് പറയാൻ ഒരു പ്രധാനപ്പെട്ട സംഗതി, ഈ ഞാൻ വേണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇത്രയും പറഞ്ഞപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഇപ്പോൾ ചർച്ച് ആക്ട് എന്ന് പറഞ്ഞൊരു പരിപാടി ചർച്ച നടക്കുന്നുണ്ട്. ചർച്ച് ആക്ട്, അതായത് സഭയുടെ ഭരണം ഈ വഖഫ് ബോർഡ് പോലെയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പോലെയോ ആക്കണം. അപ്പോൾ മെത്രാമാരെയും വൈദികരെയും ഒക്കെ ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയും, അവരെ അക്കൗണ്ടബിൾ ആക്കാൻ കഴിയും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത്. അങ്ങനെ പറയുന്നവർ അതിനകത്ത് കുറച്ച് സത്യമൊക്കെ ഉണ്ടാകാം, ഞാൻ അതൊക്കെ ചർച്ച ചെയ്തോ. പക്ഷേ അവർ അവഗണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി എന്താണ്? സഭ വെറും ഒരു സാമുദായിക സംഘടനയല്ല എന്ന സത്യമാണ്. സഭ ഒരു സാമുദായിക സംഘടനയല്ല, ഒരു സംഘടനയല്ല സഭ. മറിച്ച് ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെട്ട ആരാധന സമൂഹമാണ്. ക്രിസ്തുവിൻ്റെ പാർശ്വത്തിലേക്ക് ഉൾച്ചേർക്കപ്പെട്ട് ക്രിസ്തു എന്ന തലയോട് യോജിച്ചിരിക്കുന്ന മിസ്റ്റിക്കൽ ബോഡി, സാമുദായിക ദേഹമാണ് സഭ. ഈ ദൈവിക അംശം ചോർത്തിക്കളഞ്ഞാൽ, ഈ ആധ്യാത്മിക അംശം ചോർത്തിക്കളഞ്ഞാൽ പിന്നെ സഭയില്ല. അതുകൊണ്ട് സഭയുടെ ഘടനയെക്കുറിച്ച്, ബാഹ്യമായ ഘടനയെക്കുറിച്ചും അതിൻ്റെ ഭരണത്തെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ ഈ ആത്മാവ് എന്ന് പറയുന്ന സംഗതി, ഈ സഭയുടെ ആത്മാവ്, അത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മ ചോർത്തിക്കളയുന്ന ഒരു ചർച്ച ഉണ്ടാകരുത്. സഭയിൽ തിന്മകൾ കാണും, മെത്രന്മാർ തിന്മകൾ കാണും, അതൊക്കെ മനുഷ്യരാണ്, പാപികളാണ്, അതുണ്ടാകും എന്ന് വിചാരിച്ച് പരിശുദ്ധാത്മാവില്ല, കൃപയില്ല, വിശ്വാസമില്ല, കൂതാശകളില്ല എന്നൊക്കെ ഈ സംഘടനയെക്കുറിച്ച് ചിന്തിച്ചാൽ മറ്റ് സാധാരണ സംഘടനകളും സഭയും തമ്മിലൊരു അന്തരം തിരിച്ചറിയാൻ പറ്റാതെ പോകും. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ
ഇപ്പൊ കുറച്ച് തിന്മകൾ കാണുന്നത് കണ്ട് പേടിച്ചിട്ട് ദൈവികമായ യാഥാർത്ഥ്യങ്ങൾ നിഷേധിക്കരുത് എന്ന് ഞാൻ ശക്തിയുക്തം വാദിക്കുന്നത്. ആ ചർച്ച വരുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങൾ ഞാൻ അവതരിപ്പിച്ചതിന് കാരണം, സഭ എന്നത് വെറും ഒരു സാമുദായിക സംഘടനയല്ല, മറിച്ച് അതൊരു ദൈവിക സംവിധാനമാണ്. ദൈവിക സംവിധാനം, രക്ഷയുടെ ഉപകരണമാണ് സഭ, കത്തോലിക്ക സഭ രക്ഷയുടെ ഉപകരണം. അതിൽ പാപികളായ പാപത്തിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ട് ഞെട്ടിയിട്ട് ക്രിസ്തുവിലുള്ള വിശ്വാസമോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുള്ള വിശ്വാസമോ നമ്മൾ നിഷേധിക്കരുത്. ഇത് ലിറ്റർജിയുടെ ഭാഗമായി നമ്മൾ കാണണം. കാരണം ലിറ്റർജി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ ആശീർവാദം, ദൈവത്തിൻ്റെ വാഴ്വ് വരുന്ന പ്രവൃത്തിയാണ്. അത് ദൈവം നമ്മൾക്ക് ജീവദായകമായ ദാനം നൽകാൻ വേണ്ടി നൽകുന്നതാണ്, പരിശുദ്ധാത്മാവിനെ അയച്ചിട്ട്. അതുകൊണ്ട് ഞാൻ പണ്ട് പറഞ്ഞ കാര്യം, പല പ്രാവശ്യം പറഞ്ഞ കാര്യം ഒന്ന് ആവർത്തിക്കുകയാണ്. ദ സോൾ ഓഫ് ദ ചേർച്ച് ഈസ് ദ ഹോളി സ്പിരിറ്റ്. സഭയുടെ ആത്മാവ് പരിശുദ്ധ റൂഹയാണ്. സഭയുടെ ആത്മാവ് പരിശുദ്ധ റൂഹയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവാണ് സഭ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവാണ് സഭ. അതിനാൽ സഭയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാണ്. ആ ആത്മാവിനെ ചോർത്തിക്കളഞ്ഞാൽ സഭ ചത്തു. ഈ ആത്മാവില്ലാത്ത ശരീരം ചാവുമല്ലോ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ചോർത്തിക്കളഞ്ഞാൽ, കൃപയെയും വിശ്വാസത്തെയും കൂതാശയും ചോർത്തിക്കളഞ്ഞാൽ ഭരണം മാത്രമാണ്, പണം മാത്രമാണ്, സ്വത്ത് മാത്രമാണ്, സ്ഥാവര ജംഗമ വസ്തുക്കൾ മാത്രമാണ് എന്നൊക്കെ ചിന്തിച്ചാൽ അതിനർത്ഥം അവർക്ക് ഈ പരിശുദ്ധാത്മാവാണ് സഭയുടെ ആത്മാവ് എന്ന സത്യം അറിയില്ല എന്നുള്ളതാണ്. ആത്മാവിനെ ചോർത്തിക്കളഞ്ഞ് ഈ സഭയെ വെറും ഒരു സാമൂഹിക സംഘടനയായിട്ട് കാണുന്നു എന്നുള്ളതാണ്. ജസ്റ്റിസ് കൃഷ്ണയ്യർക്കൊക്കെ അങ്ങനെ മനസ്സിലാകൂ. അദ്ദേഹം ക്രിസ്ത്യാനിയല്ലല്ലോ, അദ്ദേഹം കത്തോലിക്കനല്ലല്ലോ. അദ്ദേഹത്തിന് ഈ ആത്മാവിനെ മനസ്സിലാകുമോ? പരിശുദ്ധ റൂഹായെ മനസ്സിലാകുമോ? എത്ര വലിയ അറിവുള്ളവനായാലും. അതുകൊണ്ട് നമ്മൾ ഇത്തരം പ്രലോഭനങ്ങളിൽ വീഴരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ലിറ്റർജിയുമായിട്ട് ഇത് ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, അല്ലെങ്കിൽ പറയേണ്ടതെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇത് മനസ്സിലാക്കണം. അപ്പം എന്താണ് ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന സംഗതി? എന്താണ് ലിറ്റർജി? അത് കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിക്കുന്നത് ആഴത്തിൽ ഗ്രഹിക്കാനായിട്ട് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. എഫെസ് ലേഖനത്തിലേക്ക് പിന്നെയും പോകാം, നമുക്കത് ആഴത്തിൽ പഠിക്കണം. അപ്പോഴാണ് ഈ എവലോഗീയ വാഴ്ത്തല്, ആശീർവാദം, അത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ശംശിക്കാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.